ഇമാജിൻ ഒരു ആസ്, കഴുത. ഈ കഴുതയുടെ ഒരു സൈഡിലായിട്ട് ഒരു ബക്കറ്റ് വെള്ളവും മറ്റേ സൈഡിലായിട്ട് ഒരു കെട്ട് വൈക്കോലും വെച്ചിരിക്കുകയാണ്. കഴുത ഇത് രണ്ടിന്റെയും എക്സാക്ട് നടുക്ക് നിൽക്കുകയാണ്. ഈ കഴുതയാണെങ്കിൽ ഒരേപോലെ വിശന്നും ഇരിക്കുകയാണ്, ദാഹിച്ചിരിക്കുകയാണ്. ഇപ്പൊ ദാഹമാണ് കൂടുതലായിരുന്നെങ്കിൽ കഴുതയ്ക്ക് വെള്ളം കുടിക്കായിരുന്നു, വിശപ്പാണ് കൂടുതലെങ്കിൽ ആഹാരം കഴിക്കായിരുന്നു. ഇത് പക്ഷെ ഒരേപോലെ വിശന്ന ഇരിക്കുകയാണ്, ദാഹിച്ചു ഇരിക്കുകയാണ്. ഇതിലേതാദ്യം ചെയ്യണമെന്ന് തീരുമാനമെടുക്കാൻ കഴിയാതെ ഇങ്ങനെ നിന്ന് വിശപ്പും ദാഹവും കാരണം ചത്തുപോകുമെന്നാണ് ബുരിദാൻസ് ആസ് എന്ന ഡയലമേൽ പറയുന്നത്. ഇതൊരു റിയൽ ലൈഫ് സിറ്റുവേഷനെ അല്ല പ്രതിനിധീകരിക്കുന്നത്. ദിസ് റെപ്രസെന്റ്സ് ദ പ്രോബ്ലം ഓഫ് ഡിസിഷൻ പാരാലിസിസ്. നമ്മൾ മനുഷ്യർക്ക് ഈക്വലി ആകർഷകമായതോ ഈക്വലി അത്യാവശ്യമായതോ ആയ ഓപ്ഷൻസ് നൽകുമ്പോൾ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടു എന്നാണ് ഈ ഡയലമേൽ പറയുന്നത്. ഉദാഹരണമായി, വെളുപ്പിന് ഒരു 2 മണിക്ക് നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. നല്ല വിശപ്പുമുണ്ട്, നല്ല ഉറക്കവും വരുന്നുണ്ട്. രണ്ടും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. ശരീരത്തിന് എനർജി വേണമെന്നുള്ളത് കൊണ്ടാണ് വിശക്കുന്നത്. കഴിച്ചാൽ എനർജി കിട്ടും. ഉറക്കമാണെങ്കിൽ നല്ലോണം കിടന്ന് ഉറങ്ങിയാൽ രാവിലെ എഴുന്നേറ്റ് ഫുൾ എനർജിയോടുകൂടി ദിവസം മുന്നോട്ട് കൊണ്ടുപോകാം. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഇത് ബുരിദാൻസ് ആസ് ഡയലമയ്ക്ക് എക്സാമ്പിൾ ആണ്. ഇതുപോലെ കരിയർ വേണോ, പാഷൻ വേണോ, സേവ് ചെയ്യണോ, സ്പെൻഡ് ചെയ്യണോ, വർക്ക് ചെയ്യണോ, ഹെൽത്ത് നോക്കണോ, ഇതിലൊക്കെ ബുരിദാൻസ് ആസിന്റെ ഡയലമ അപ്ലൈ ചെയ്യാം. സാധാരണ കൂളായിട്ടുള്ള ഗിൽറ്റ് ട്രിപ്പ് ഒന്നും അധികം ഇല്ലാത്ത ഹ്യൂമൻസിന് ഈ ഡയലമ വളരെ ഈസി ആണെന്നാണ് പറയപ്പെടുന്നത്. ഡിസിഷൻ മേക്കിംഗ് എന്നതിലുപരി നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത് ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ മേക്കിംഗ് എ ഡിസിഷൻ ഇസ് പ്രോബബ്ലി ഈസി ഫോർ യു. അങ്ങനെയുള്ളവർ എത്ര ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് മറ്റേതിനെ പിന്നത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കും. സെക്കൻഡ് വൺ, നിങ്ങളൊരു മുറിയിൽ കയറി ചെല്ലുമ്പോൾ ആ മുറിയിലുള്ള എല്ലാവരും നിങ്ങളെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ വസ്ത്രം, തലമുടി, ആഭരണം, ചെരുപ്പ് ഇതിലൊക്കെയാവും ഇവരെല്ലാവരും സൂക്ഷിച്ചു നോക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? വളരെ കോമൺ ആയ ഒരു സൈക്കോളജിക്കൽ ഫിനോമിനനാണ് ഈ പറഞ്ഞ സ്പോട്ട് ലൈറ്റ് എഫക്റ്റ്. നമ്മളാണ് സെന്റർ ഓഫ് അറ്റൻഷൻ ഓർ വി ആർ ഇൻ ദ സ്പോട്ട് ലൈറ്റ് എന്ന് തോന്നുന്ന അവസ്ഥ. ബട്ട് ഇൻ റിയാലിറ്റി കയറി വന്നത് ആരാണ് എന്നറിയാൻ നോക്കിയതിനപ്പുറം ഒന്നും ഉണ്ടാവില്ല ഈ മുറിയിലുണ്ടായിരുന്നവരുടെ നോട്ടത്തിനർത്ഥം. അല്ലാണ്ട് നിങ്ങളുടെ മുടിയോ ചെരുപ്പിലെ ചെറിയ പൊടിയോ മാച്ച് അല്ലാത്ത മാലയും കമ്മലുമോ ഒന്നും ആരും ചിലപ്പം ജഡ്ജ് ചെയ്യുന്നുണ്ടാവില്ല, എസ്പെഷ്യലി ഒരു പുതിയ ക്രൗഡിന്റെ മുമ്പിലാണെങ്കിൽ. തേർഡ് വൺ, നിങ്ങൾക്ക് നേരിട്ട് പരിചയമുള്ള ഒരാൾ സോഷ്യൽ മീഡിയയിൽ ബിഹേവ് ചെയ്യുന്ന രീതി കണ്ടിട്ട് എപ്പോഴെങ്കിലും ഞെട്ടിയിട്ടുണ്ടോ? ഉദാഹരണമായി, നേരിട്ട് ഭയങ്കര സിഗ്മയൊക്കെ ആയി നടന്നിട്ട് സോഷ്യൽ മീഡിയയിൽ മിക്ക പെമ്പിള്ളാരുടെ പോസ്റ്റിനും റീലിനും ഒക്കെ അടിയിൽ പോയി സ്നേഹം വാരി വിതറുന്നതോ, അല്ലെങ്കിൽ നേരിട്ട് വളരെ പാവം മാന്യനായിരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കമൻസിൽ വളരെ മോശമായ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതോ. ഇവനെ തന്നെയാണോ നമുക്ക് നേരിട്ട് പരിചയമുള്ളത് എന്ന് തോന്നിപ്പിക്കും വിധം പരിപാടികളാവും സോഷ്യൽ മീഡിയയിൽ കാണിക്കുക. ഇതിനെയാണ് ഓൺലൈൻ ഡിസ്ഇൻഹിബിഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ധാരാളം പഠനങ്ങൾ നടക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഫിനോമിനനാണിത്. ബേസിക്കലി നമ്മൾ റിയൽ ലൈഫിനേക്കാളും കംഫർട്ടബിൾ ഓൺലൈൻ ലൈഫിലാണ് എന്ന തോന്നൽ. നേരിട്ട് നമ്മൾ വേണ്ട, ചെയ്യണ്ട, പറയണ്ട എന്ന് മടിക്കുന്ന പലതും ഓൺലൈനിൽ വന്ന് വളരെ കംഫർട്ടബിൾ ആയി പറയുകയും കാണിക്കുകയും ചെയ്യുന്ന എഫക്റ്റ്. പല കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യർ ഓൺലൈനിൽ ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതത്ര. നമ്പർ 1, അനോണിമിറ്റി. ഇപ്പോൾ ചൈനയിലെ ഒരാളുടെ പോസ്റ്റിന് താഴെ മലയാളത്തിൽ കമൻ്റ് ഇട്ടാൽ റിയൽ വേൾഡ് കോൺസിക്വൻസസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന തോന്നൽ. ഇനിയിപ്പോൾ ഒരു ഫേക്ക് അക്കൗണ്ട് ആണെങ്കിൽ ചൈനയിലല്ല നാട്ടിലുള്ള ഒരാളുടെ പോസ്റ്റിൽ പോയി തെറി വിളിച്ചാലും ആരും അറിയില്ല എന്ന തോന്നൽ കൂടും. നമ്പർ 2, ഇറ്റ്സ് ഈസി. കമൻസിൻ്റെയോ ടെക്സ്റ്റിങ്ങിൻ്റെയോ കാര്യത്തിൽ ഫിസിക്കലി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു സ്ട്രെയിറ്റ് ഫേസ് വെച്ചിട്ട് വേണമെങ്കിലും ഐ ഹേറ്റ് യു ആയാലും ഐ ലവ് യു ആയാലും അയക്കാൻ എളുപ്പമാണ്. ഇമാജിൻ ഇത് നേരിട്ട് ചെയ്യുന്നത്. ദ റേജ്, ദ ഇമോഷൻസ്, ദ ഹോർമോൺസ്, ബോഡിലി റെസ്പോൺസസ് അതിനൊക്കെ നേരിട്ട് റോൾ ഉണ്ടാവും. സെൽഫ് കൺട്രോൾ ഒന്നും ഇല്ലെങ്കിൽ അറിയാണ്ട് നമ്മളൊന്ന് കൊടുത്തെന്നിരിക്കും, തിരിച്ച് കിട്ടിയെന്നിരിക്കും, പിന്നെ അതിൻ്റെ കോൺസിക്വൻസസ് ആയി. അത് വെച്ച് കമ്പയർ ചെയ്താൽ ദിസ് ഇസ് ഫാർ മോർ ഈസി. പിന്നെ നേരിട്ടാണെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടതായോ പ്രതികരിക്കേണ്ടതായോ ഉള്ള സാഹചര്യം വരും. ഓൺലൈനിലാണെങ്കിൽ നമുക്ക് സൗകര്യമുള്ളപ്പോഴോ ആൻസറൊക്കെ നേരെ പ്രിപ്പയർ ചെയ്തിട്ടോ റെസ്പോണ്ട് ചെയ്യാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മിക്ക മനുഷ്യരും ഓൺലൈൻ ലൈഫിൽ നേരിട്ടുള്ളതിനേക്കാളും കംഫർട്ടബിൾ ആണ്.
ഇത് നല്ല രീതിക്കും ആകാം, മോശം രീതിക്കും ആവാം. പല സഹായങ്ങൾ ചോദിക്കാൻ, ഇൻജസ്റ്റിസിനെതിരെ വോയിസ് ഉയർത്താൻ, അവയർനെസ് കൊടുക്കാൻ, ഇതിനൊക്കെ നമ്മൾ സൊസൈറ്റിയിൽ കംഫർട്ടബിൾ ആകുന്നത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ ഒരു ടെക്നോളജി നമുക്കുള്ളതും നല്ലതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പല ഫാക്ടേഴ്സ് കാരണം സൈബർ ബുള്ളിയിങ്, ട്രോളിംഗ്, ഹേറ്റ് സ്പീച്ച്, ഒഫെൻസീവായ ജോക്കുകളൊക്കെ പറയാനും ആൾക്കാർ ഓൺലൈനിൽ മോർ കംഫർട്ടബിൾ ആണ്. സൊസൈറ്റി എൻ്റർടൈൻ ചെയ്യുന്നത് ഇതിലേതാണ് എന്നതിനെ അനുസരിച്ചിട്ടിരിക്കും ഫ്യൂച്ചർ. 4. ചെയ്യുന്നത് തെറ്റാണ്, ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ല എന്നറിയാമായിരുന്നിട്ടും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു തരം ബുദ്ധിമുട്ടുണ്ടാവുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറ്റബോധമല്ല, അതിനു മുമ്പുള്ള ഒരു മെൻ്റൽ ഡിസ്കംഫർട്ട്. ഇതിനെ പറയുന്ന പേരാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ്. നമ്മുടെ അറിവിനും വിശ്വാസങ്ങൾക്കും വാല്യൂസിനും ഒക്കെ എതിരായി നമ്മൾ തന്നെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ്. ഉദാഹരണമായി, നിങ്ങൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് സ്ഥിരമായി കുടിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഇരിക്കട്ടെ. ഏതോ ഒരു പോയിന്റ് എത്തിയപ്പോൾ നിങ്ങൾ അറിയാണ് ഇത് കുടിക്കുന്നത് അത്ര നല്ലതല്ല, ആരോഗ്യത്തിന് ഇത് സാരമായി ബാധിക്കുമെന്ന്. ഇതറിയുന്നതിന് മുമ്പ് വരെ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. വാങ്ങുന്നു, കുടിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇതറിഞ്ഞതിന് ശേഷം വല്ലപ്പോഴുമെങ്കിലും ബ്രെയിൻ ഓർമ്മിപ്പിക്കും ഇത് നല്ലതല്ല എന്ന്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിത് കുടിക്കുന്നുണ്ട്, നല്ല മധുരമുണ്ട്, തണുപ്പുണ്ട്, കുടിക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതേസമയം ഇത് നല്ലതല്ല എന്ന നോളജും ബ്രെയിന് തന്നുകൊണ്ടിരിക്കുന്നു. ദിസ് ക്രിയേറ്റ്സ് ഇൻകൺസിസ്റ്റൻസി. ആ ഇൻകൺസിസ്റ്റൻസിയിൽ നിന്നുണ്ടാവുന്നതാണ് ഈ ഡിസ്കംഫർട്ട്. ഈ ഡിസ്കംഫർട്ട് മാറാൻ പല വഴികൾ നമ്മൾ തന്നെ ചെയ്യും കേട്ടോ. ഒന്ന്, ഈ തോട്ടിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് മറ്റേതിനെ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ തോട്ടിനെയും ആക്ഷനെയും മാച്ച് ആക്കുക. അപ്പോൾ ഡിസ്കംഫർട്ട് പോകും. പക്ഷേ ഇത് രണ്ടും അല്ലാതെ വളരെ കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന ഒന്നുണ്ട്. ദാറ്റ് ഈസ് റാഷണലൈസിങ്. മാസത്തിൽ ഒന്നല്ലേ കുടിക്കുന്നുള്ളൂ, കുടിച്ചാലും ഞാൻ ജിമ്മിൽ പോകുന്നുണ്ടല്ലോ, ചെക്കപ്പിൽ ഇപ്പോൾ പ്രശ്നമൊന്നും കണ്ടില്ലല്ലോ, എത്രയോ പേര് കുടിക്കുന്നു, ഒരു ജീവിതമല്ലേ ഉള്ളൂ, അപ്പോൾ ഇതൊക്കെ കുടിക്കണ്ടേ? ഇതുപോലെ റാഷണലൈസ് ചെയ്ത് കോഗ്നിറ്റീവ് ഡിസോണൻസിലെ ഡിസ്കംഫർട്ട് ഇല്ലാതെയാക്കാനാണ് മിക്കവരും ശ്രമിക്കുന്നത്. ഇത് സോഡ ഡ്രിങ്ക്സിന്റെ കാര്യം മാത്രമല്ല, എല്ലാ ഇഞ്ചുറിയസ് ടു ഹെൽത്ത് സംഭവങ്ങളിലും, ടോക്സിക് റിലേഷൻഷിപ്സിലും, ചില വിശ്വാസങ്ങളിലും ഒക്കെ എവിഡൻസ് സഹിതം കാണിച്ചാലും നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുകയും റാഷണലൈസ് ചെയ്യുകയും ചെയ്യുന്നത് കോഗ്നിറ്റീവ് ഡിസോണൻസിൽ നിന്നുണ്ടാവുന്ന ഡിസ്കംഫർട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ഇതില്ലാതെ ആവാനുള്ള ഏറ്റവും എഫക്റ്റീവ് വേ ഈസ് ടു സീക്ക് ദ ട്രൂത്ത്. ബി ഇറ്റ് എ പേഴ്സൺ, നോളജ്, ബിലീഫ്, എന്തു തന്നെയാണെങ്കിലും സത്യാവസ്ഥ പൂർണ്ണമായും അറിയാൻ ശ്രമിക്കുക.